ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. ഓസ്ട്രേലിയയും പാകിസ്ഥാനും തമ്മിലുള്ള 3 മത്സരങ്ങളുടെ T20 പരമ്പരയ്ക്ക് ഓസ്ട്രേലിയയിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ബ്രിസ്ബെയിനിലെ ഗാബ സ്റ്റേഡിയത്തിൽ നടന്ന ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയ 29 റൺസിന് പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. വലിയ മഴയും അല്ലെങ്കിൽ ഇടിമിന്നലും ഒക്കെ ഉണ്ടായിരുന്ന ഈ ഒരു മത്സരം എന്ന് പറയുന്നത് 7 ഓവർ വീതമുള്ള മത്സരമായിരുന്നു. അമ്പയർമാരുടെ അല്ലെങ്കിൽ മാച്ച് ഒഫീഷ്യൽസിന്റെ ഒരു ബ്ലണ്ടർ അല്ലെങ്കിൽ ഒരു അബദ്ധം എന്നുള്ള രീതിയിലാണ് ഈ മത്സരത്തിനെ പറ്റി പത്രങ്ങളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും പ്രചരിക്കുന്ന വാർത്തകൾ എന്ന് പറയുന്നത്. കാരണം 20 ഓവറുള്ള മത്സരം ഈ ഇടിമിന്നലും അതുപോലെ തന്നെ മഴയും ഒക്കെ കാരണം 7 ഓവറാക്കി കുറയ്ക്കുകയായിരുന്നു. എന്താണ് ഈ ബ്രിസ്ബെയിൻ ബ്ലണ്ടർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അബദ്ധം എന്നുള്ള രീതിയിൽ ഈ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും ഒക്കെ വാർത്തകൾ വന്നത് എന്തിനെ പറ്റിയാണെന്നുള്ളതിനെ പറ്റി ഞാൻ വിശദീകരിക്കാം. അതിനു മുമ്പ് ഈ മത്സരം എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിശദീകരണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിശകലനം ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബ്രിസ്ബെയിൻ ബ്ലണ്ടർ എന്തായിരുന്നു എന്ന് നോക്കാമെന്നുള്ളതാണ്. ഏതായാലും മത്സരത്തിലേക്ക് വരുമ്പോൾ ടോസ് ജയിച്ച പാകിസ്ഥാൻ ഓസ്ട്രേലിയയെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. 7 ഓവറിൽ 93 റൺസ് എന്ന് പറയുന്ന ഒരു വലിയ വിജയലക്ഷ്യമാണ് ഓസ്ട്രേലിയ പാകിസ്ഥാന് മുന്നിൽ വെച്ചത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്ന ഔട്ട് ഓഫ് ഫോം ആയിട്ടുള്ള ഗ്ലെൻ മാക്സ്വെല്ലിന് ഒരു 19 ബോളിൽ 43 റൺസ് നേടാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ 7 ബോളിൽ 20 റൺസ് നേടിയ മാർക്കസ് സ്റ്റോയിനിസും ഒരു നല്ല തുടക്കം ഓസ്ട്രേലിയയ്ക്ക് നൽകി. അതുകൊണ്ട് തന്നെയാണ് 7 ഓവറിൽ 93 റൺസ് എന്ന് പറയുന്ന ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് അവർക്ക് സാധിച്ചതെന്നുള്ളതാണ്. പാകിസ്ഥാൻ ബൗളിംഗ് നിരയിലേക്ക് വരുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട 4 ഫാസ്റ്റ് ബോളർമാരാണ് ഉണ്ടായിരുന്നത്. അത് ഷാഹിൻ ഷാ അഫ്രീദിയും ഹാരിസ് റൌഫും നസീം ഷായും ഒപ്പം തന്നെ അബ്ബാസ് അഫ്രീദി എന്ന് പറയുന്ന ഒരു ബോളറുമായിരുന്നു. അതിൽ നസീം ഷാ നല്ല രീതിയിൽ തല്ല് മേടിക്കുന്ന കാഴ്ച കണ്ടു. 2 ഓവറിൽ 37 റൺസാണ് അദ്ദേഹം വിട്ടു നൽകിയത്. പക്ഷേ 1 ഓവർ മാത്രം ബൗൾ ചെയ്ത അബ്ബാസ് അഫ്രീദി 1 ഓവറിൽ 9 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് 2 ഓസ്ട്രേലിയൻ വിക്കറ്റുകൾ കരസ്ഥമാക്കുകയും ചെയ്തു. 94 റൺസ് എന്ന് പറയുന്ന ഒരു വിജയലക്ഷ്യം അത് 7 ഓവറിൽ 42 ബോളിൽ നേടണമായിരുന്നു. അതിനിറങ്ങി തിരിച്ച പാകിസ്ഥാൻ പക്ഷേ തുടക്കം തന്നെ ഒരുപാട് വിക്കറ്റുകൾ നഷ്ടമാവുകയും മത്സരത്തിലേക്ക് ഒരിക്കൽ പോലും തിരിച്ചെത്താനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തില്ല എന്നുള്ളതാണ്. 7 ഓവർ പൂർത്തിയാക്കുന്ന സമയത്ത് പാകിസ്ഥാന് നേടാൻ സാധിച്ച 64 റൺസ് മാത്രമാണ്. അവരുടെ വിലപ്പെട്ട 9 വിക്കറ്റുകൾ നഷ്ടമാവുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് ഓസ്ട്രേലിയ 29 റൺസിന്റെ വിജയം ആഘോഷിച്ചത്. ഇപ്പൊ 3 മത്സരങ്ങളുടെ പരമ്പരയിൽ ഓസ്ട്രേലിയ 1-0 മുന്നിലെത്തി നിൽക്കുകയാണ്. ഇനി 2 മത്സരങ്ങൾ കൂടിയാണ് ഈ പരമ്പരയിൽ ബാക്കിയുള്ളത്. ഓസ്ട്രേലിയക്ക് വേണ്ടി ബൗൾ ചെയ്തത് എല്ലാവരും തന്നെ പുതുമുഖ താരങ്ങളായിരുന്നു. അവരുടെ പ്രധാനപ്പെട്ട താരങ്ങൾ എല്ലാവരും തന്നെ ഈ ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് വേണ്ടി തയ്യാറെടുക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്ത പ്രധാനപ്പെട്ട 3 ബൗളർമാർ എന്ന് പറയുന്നു. ഒന്ന് സ്പെൻസർ ജോൺസൺ, നമുക്കറിയാം അദ്ദേഹം IPL ഒരു സ്ഥിര സാന്നിധ്യമാണ്. മറ്റൊരാൾ എന്ന് പറയുന്നത് സേവിയർ ബാർലറ്റ് എന്ന് പറയുന്ന മറ്റൊരു ഫാസ്റ്റ് ബോളർ. അതുപോലെ തന്നെ നഥാൻ എല്ലിസ് എന്ന് പറയുന്ന മറ്റൊരു ഫാസ്റ്റ് ബോളർ. ഈ 3 ഫാസ്റ്റ് ബോളർമാരെ വെച്ചിട്ടാണ് അവർ ഈ മത്സരത്തിന് ഇറങ്ങിയത് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട താരം എന്ന് പറയുന്ന ആഡം സാംപ എന്ന് പറയുന്ന ലെഗ് സ്പിന്നർ ആയിരുന്നു. അദ്ദേഹത്തിന് 2 വിക്കറ്റ് നേടാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ സേവിയർ ബാർലറ്റിനും നഥാൻ എല്ലിസിനും 3 വിക്കറ്റുകൾ വീതം വീഴ്ത്താനായിട്ടും സാധിക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ഒരു ഫൈറ്റ് ഇല്ലാതെ പാകിസ്ഥാൻ കീഴടങ്ങുന്ന ഒരു കാഴ്ച ഈ മത്സരത്തിൽ നമ്മൾ കണ്ടു. ഈ പ്രകടനങ്ങളെല്ലാം തന്നെ അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന ഈ IPL ഓപ്ഷനിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ്. കാരണം നഥാൻ എല്ലിസും സേവിയർ ബാർലറ്റും അതുപോലെ തന്നെ സ്പെൻസർ ജോൺസണും എല്ലാവരും തന്നെ ഈ ഓപ്ഷന്റെ ഭാഗമായി വരാൻ പോകുന്ന ആളുകൾ തന്നെയാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഗ്ലെൻ മാക്സ്വെല്ലിന്റെ 19 ബോളിലെ ആ ഒരു 43 റൺസ് എന്നുള്ളതാണ്. അദ്ദേഹം ഒരു ഫോമിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പല ഫ്രാഞ്ചൈസികളും IPL ഓപ്ഷനിൽ അദ്ദേഹത്തിനെ സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാരണം IPL വലിയ പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കാൻ സാധിക്കാതെ പോയ ഒരു താരമാണ് മാക്സ്വെൽ ഏത് വർഷം എടുത്തു നോക്കിയാലും. ഇനി എന്താണ് ഈ ബ്രിസ്ബെയിൻ ബ്ലണ്ടർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ എന്താണ് അമ്പയർമാർക്ക് പറ്റിയ അബദ്ധം എന്നുള്ള രീതിയിൽ പ്രചരിക്കുന്ന ആ ഒരു കാര്യം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ബ്രിസ്ബെയിൻ ബ്ലണ്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ മത്സരം 7 ഓവറാക്കി ചുരുക്കിയിരുന്നു. അതായത് ഞാൻ പറഞ്ഞു മഴയും ഇടിമിന്നലും ഒക്കെ കാരണമാണ് 7 ഓവറാക്കി ചുരുക്കിയത് എന്നുള്ളതാണ് അത് നമ്മൾ കണ്ടത്. അപ്പോൾ 7 ഓവറാക്കി ചുരുക്കിയപ്പോൾ നമുക്കറിയാവുന്ന ഒരു നിയമം അനുസരിച്ച് ICC അല്ലെങ്കിൽ BCCയുടെ ഒക്കെ നിയമം അനുസരിച്ചിട്ട് 7 ഓവറിൽ എങ്ങനെയായിരിക്കണം ബൗളർമാർ ബൗൾ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ 2 ബൗളർമാർക്ക് 2 ഓവർ വീതം ബൗൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 2 ബൗളർമാർ 2 ഓവർ വീതം ബൗൾ ചെയ്യുമ്പോൾ 4 ഓവറായി. പിന്നീടുള്ള 3 ബൗളർമാർ ഓരോ ഓവർ വീതം ബോൾ ചെയ്യുമ്പോഴാണ് 7 ഓവറായിട്ട് തീരുന്നത്. അതായത് ഒരു മത്സരത്തിൽ ഇപ്പോൾ 20 ഓവർ മത്സരമാണെങ്കിൽ 5 ബൗളർമാർ 4 ഓവർ വെച്ച് ബോൾ ചെയ്യണമെന്നാണല്ലോ. അതുപോലെ തന്നെ ഒരു ഏകദിന മത്സരമാണെങ്കിലോ അതിൽ 10 ഓവർ വെച്ച് 5 ബൗളർമാർ ബോൾ ചെയ്യുമ്പോഴാണ് 50 ഓവർ ആവുന്നത്. അപ്പോൾ അതുപോലെ തന്നെ 7 ഓവറാക്കി ആ മത്സരം കുറയ്ക്കുമ്പോൾ അതിൽ ശരിക്കും 2 ബൗളർമാർ 2 ഓവർ വീതം ബൗൾ ചെയ്താൽ 4 ഓവറായി. പിന്നെ 3 ബൗളർമാർക്ക് ഓരോ ഓവർ വീതം ബൗൾ ചെയ്യാം എന്നുള്ളതാണ്. ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ക്രിക്കറ്റ് ഓസ്ട്രേലിയയുടെ വെബ്സൈറ്റിലും കാണിച്ചിരുന്നത്. മത്സരം തുടങ്ങുന്നതിന് മുമ്പ് 7 ഓവറായിട്ട് മത്സരം ചുരുക്കി എന്ന് പറഞ്ഞപ്പോൾ തന്നെ 2 ഓവറായിരിക്കും പവർ പ്ലേ ഉണ്ടാവുക. 2 ബൗളർമാർക്ക് 2 ഓവർ വീതം മാക്സിമം 2 ഓവർ വീതം ബൗൾ ചെയ്യാമെന്ന് അതിൽ കാണിച്ചിരുന്നു. പിന്നെ ബാക്കിയുള്ള 3 ഓവറുകൾ 3 ബൗളർമാർക്ക് ബൗൾ ചെയ്യാമെന്നുള്ളതും അവർ കാണിച്ചിരുന്നു. ക്രിക്കറ്റ് ഓസ്ട്രേലിയ വെബ്സൈറ്റിൽ അങ്ങനെയായിരുന്നു. പക്ഷേ പാകിസ്ഥാൻ ബൗൾ ചെയ്യുന്ന സമയത്ത് ആദ്യം പാകിസ്ഥാനാണ് ബൗൾ ചെയ്തത്. പാകിസ്ഥാൻ
2 ഓവർ ഷൈൻ ഷാ അഫ്രീദി ബോൾ ചെയ്തു, പിന്നീട് 2 ഓവർ അതുപോലെ തന്നെ ഹാരിസ് റൌഫും ബോൾ ചെയ്തു, പിന്നെ 1 ഓവർ ബോൾ ചെയ്തത് അബ്ബാസ് അഫ്രീദിയാണ്. അതിൻ്റെ ഇടയിൽ നസീം ഷാ 1 ഓവർ എറിഞ്ഞിരുന്നു. അപ്പോൾ 6 ഓവറുകൾ കഴിഞ്ഞിട്ട് 7ാമത്തെ ഓവറിൽ നസീം ഷാ വീണ്ടും 1 ഓവർ ബോൾ ചെയ്യുന്ന ഒരു കാഴ്ച. അപ്പോൾ നമ്മൾ കാണുകയാണെങ്കിൽ, നമ്മൾ നോക്കുകയാണെങ്കിൽ 3 പേര് 2 ഓവർ വെച്ച് ബൗൾ ചെയ്തിട്ടുണ്ട്, 5 പേര് ബൗൾ ചെയ്തിട്ടുമില്ല. അതായത് 4 പേർ മാത്രമാണ് ബൗൾ ചെയ്തിരിക്കുന്നത്. ഷൈൻ ഷാ അഫ്രീദി 2 ഓവർ, ഹാരിസ് റൌഫ് 2 ഓവർ, നസീം ഷാ 2 ഓവർ, അബ്ബാസ് അഫ്രീദി 1 ഓവർ. അങ്ങനെയാണ് ടോട്ടൽ 7 ഓവർ ബൗൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊരു ബ്ലണ്ടർ ആണ് എന്നുള്ള രീതിയിൽ, അതായത് 5 പേര് ബൗൾ ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു ബ്ലണ്ടർ ആണെന്നുള്ള രീതിയിലാണ് വാർത്തകൾ വന്നത്. തിരിച്ച് ഓസ്ട്രേലിയ ബൗൾ ചെയ്യുന്ന സമയത്ത് ഇതേ ഒരു സംഭവം തന്നെ നടന്നു. അവർക്ക് വേണ്ടി 2 ഓവർ ബൗൾ ചെയ്ത 3 ബൗളർമാർ, അത് 3 ബൗളർമാർ എന്ന് പറയുന്നത് സ്പെൻസർ ജോൺസൺ 2 ഓവർ ബോൾ ചെയ്തു, നഥാൻ എലിസ് 2 ഓവർ ബോൾ ചെയ്തു, പിന്നീട് മറ്റൊരു ബൗളർ ആയിട്ടുള്ള സേവിയർ ബാർലൻ അദ്ദേഹവും 2 ഓവർ ബോൾ ചെയ്തു. 1 ഓവർ ബോൾ ചെയ്ത ബൗളർ എന്ന് പറയുന്നത് ആദം സാംപെ ആയിരുന്നു. അപ്പോൾ 5ാമത്തെ ബൗളർ അവർക്കും ബോൾ ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ മത്സരം കഴിഞ്ഞ ഉടനെ തന്നെ വലിയ ചർച്ചകൾ ഇതിനെ പറ്റിയിട്ട് ഉണ്ടായിരുന്നു. കാരണം അമ്പയർമാർക്കും മാച്ച് ഒഫീഷ്യൽസിനും എല്ലാവർക്കും ഒരു തെറ്റ് പറ്റി എന്നുള്ള രീതിയിലായിരുന്നു നമ്മുടെ ഇവിടെയുള്ള പല ചാനലുകളും, ഈവൻ ഇന്ത്യയിലുള്ള പല ചാനലുകളും അല്ലെങ്കിൽ പല ഈ ബ്ലോഗുകളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ കണ്ടിരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് ഒരു ബ്രിസ്ബെയിൻ ബ്ലണ്ടർ, അവിടെ 2 മാച്ച് ഒഫീഷ്യൽസ്, 2 അമ്പയർമാർ ഗ്രൗണ്ടിലുണ്ട്, ഒരു റിസർവ് അമ്പയർ എപ്പോഴും ഈ ബൗണ്ടറി ലൈനിന്റെ പുറത്തുണ്ടാവും, ടീമിന്റെ അടുത്ത് എപ്പോഴും ഉണ്ടാവും കാര്യങ്ങളൊക്കെ അറിയിക്കാനായിട്ട്, പിന്നെ ഒരു TV അമ്പയർ ഉണ്ടായിരിക്കും, പിന്നെ ഒരു മാച്ച് റെഫറി ഉണ്ടായിരിക്കും, ഇതൊന്നും കൂടാതെ ഒഫീഷ്യൽ ആയിട്ടുള്ള സ്കോറർമാരുണ്ടായിരിക്കും. ഇത്രയും ആളുകൾ ഉണ്ടായിട്ടും ആരും തന്നെ ഇത് ശ്രദ്ധിച്ചില്ലേ എന്നുള്ള രീതിയിലായിരുന്നു വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ ബ്രിസ്ബെയിൻ ബ്ലണ്ടർ എന്നുള്ള രീതിയിൽ ഈ 3 പേര് 2 ഓവർ വീതം ബോൾ ചെയ്യുകയും ഒരാൾ 1 ഓവർ ബോൾ ചെയ്യുകയും ചെയ്ത ഒരു ബ്ലണ്ടറാണ്. 5 പേര് ബോൾ ചെയ്തില്ല എന്നുള്ളത് ഒരു തെറ്റാണെന്ന രീതിയിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിന് കൃത്യമായിട്ടുള്ള ഒരു റൂൾ എന്ന് പറയുന്നത് അത് BCCയുടെ റൂൾസ് ആണെങ്കിലും ICCയുടെ റൂൾസ് ആണെങ്കിലും അതിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു മത്സരം T20 മത്സരം ഓവറുകൾ കുറച്ച് 10 ഓവറിന് താഴെ വരികയാണെങ്കിൽ, ഇപ്പൊ എക്സാമ്പിൾ ആ മത്സരത്തിന്റെ ഒരു സമയം കുറച്ച് 10 ഓവറാക്കി ചുരുക്കുകയാണെന്ന് വിചാരിക്കുക എക്സാമ്പിൾ, അങ്ങനെയാണെങ്കിൽ 2 ഓവറിൽ കൂടുതൽ ഒരു ബൗളർ ബോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ നമുക്കറിയാം 10 ഓവർ എറിയണമെങ്കിൽ ഒരാൾക്ക് 2 ഓവറേ ബോൾ ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ എത്ര പേര് ബോൾ ചെയ്യേണ്ടി വരും? 5 പേര് ബോൾ ചെയ്യേണ്ടി വരും. അതുപോലെ ആ മത്സരം 9 ഓവറാക്കി ചുരുക്കുകയാണെങ്കിൽ അപ്പോഴും ഒരു ബൗളർക്ക് 2 ഓവറിൽ കൂടുതൽ ബൗൾ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് അവിടെ പറയുന്ന നിയമം എന്ന് പറയുന്നത്. അപ്പോൾ 4 പേര് 2 ഓവർ വെച്ച് ബോൾ ചെയ്യുമ്പോൾ 8 ഓവറായി, പിന്നെ ഒരാൾ 1 ഓവർ ബോൾ ചെയ്യുമ്പോൾ നമുക്ക് 9 ഓവറായിട്ട് തീർക്കാനായിട്ട് സാധിക്കും. ഇനി അത് 8 ഓവറാക്കി ചുരുക്കുകയാണെങ്കിലോ അപ്പോഴും നിയമം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൗളർ 2 ഓവറിൽ കൂടുതൽ ബൗൾ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പം എങ്ങനെയായിരിക്കും? അപ്പം 4 പേര് ബോൾ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതായത് 5ാമത്തെ ആൾ അവിടെ ബോൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് 8 ഓവറാണെങ്കിൽ. അതായത് 4 പേര് 2 ഓവർ 2 ഓവർ 2 ഓവർ വെച്ച് ബോൾ ചെയ്യുകയാണെങ്കിൽ ആ മത്സരം അവസാനിക്കും. 5ാമത്തെ ആൾ ബോൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ICCയുടെ നിയമത്തിൽ പറയുന്നത്. 7 ഓവർ ആണെങ്കിലും സെയിം ആണ്. 3 പേർക്ക് 2 ഓവർ വെച്ച് ബോൾ ചെയ്യാം, ഒരാൾ 1 ഓവർ എറിഞ്ഞാൽ മതി എന്നുള്ളതാണ്. ഇനി അത് 6 ഓവർ ആണെങ്കിലോ ആ മത്സരം, ഇന്നലെ നമുക്കറിയാം 7 ഓവറാണ് ആ മത്സരം നടന്നത്, അതുകൊണ്ടാണ് 3 പേര് 2 ഓവർ വെച്ച് ബോൾ ചെയ്യും, ഒരാൾ 1 ഓവർ ബോൾ ചെയ്യുന്നത്. പക്ഷെ അത് 6 ഓവറുള്ള ഒരു മത്സരമായിരുന്നുവെങ്കിൽ 2 ഓവറിൽ കൂടുതൽ ഒരു ബൗളർ ബോൾ ചെയ്യാൻ പാടില്ല എന്ന് മാത്രമേ നിയമത്തിൽ പറയുന്നുള്ളൂ. അപ്പോൾ ഈ 6 ഓവർ 3 ബൗളർമാരെ കൊണ്ട് ബോൾ ചെയ്യിക്കാനായിട്ട് ഒരു ടീമിന് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ബ്രിസ്ബെയിൻ ബ്ലണ്ടർ എന്ന് പറഞ്ഞു വരുന്ന വാർത്തകൾ തെറ്റാണ്. യഥാർത്ഥത്തിൽ അതൊരു കറക്റ്റായിട്ടുള്ള നിയമം തന്നെയാണ് അവരവിടെ പാലിച്ചത്. 7 ഓവറായിരുന്നു. ആ 7 ഓവറിൽ ഒരു ബൗളർക്ക് 2 ഓവറിൽ കൂടുതൽ ബൗൾ ചെയ്യാൻ സാധിക്കില്ല എന്ന് മാത്രമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ 7 ഓവറിൽ 3 ബൗളർമാർ 2 ഓവറുകൾ വീതം ബൗൾ ചെയ്തപ്പോൾ 6 ഓവറായി, പ്ലസ് ഒരു ബൗളർ എക്സ്ട്രാ വന്ന് ബോൾ ചെയ്തപ്പോൾ 7ാമത്തെ ഓവറും കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ 4 ബൗളർമാരെ വെച്ച് ബോൾ ചെയ്യാനായിട്ട് 2 ടീമുകളും ശ്രമിച്ചത്. അതൊരു തെറ്റായിട്ടുള്ള കാര്യമല്ലായിരുന്നു. അത് ഒഫീഷ്യൽസിനോ അല്ലെങ്കിൽ അമ്പയർമാർക്കോ തെറ്റുപറ്റിയതല്ല. അങ്ങനെയാണ് ICCയുടെ നിയമം പറയുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഈ ഒരു പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ വിജയം നേടി ഓസ്ട്രേലിയ മുന്നിലെത്തിയിരിക്കുകയാണ്. ഇനി 2 മത്സരങ്ങൾ കൂടിയാണ് ഈ ഒരു പരമ്പരയിൽ ബാക്കിയുള്ളത്. എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പരമ്പരയാണ് ഓസ്ട്രേലിയയും പാകിസ്ഥാനും തമ്മിലുള്ളത്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.